നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പറ്റിക്കാറുണ്ടോ? ചീറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. പക്ഷേ നമ്മളത് അറിയാറില്ല എന്നതാണ് സത്യം. മിസ്റ്ററീസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം പറയുന്നതും ഇതാണ്. എങ്ങനെ നമ്മുടെ മനസ്സ് അതിന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി എന്നാണ്, അല്ലേ? അവിടെയാണ് നമ്മൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, ഓരോ കാര്യങ്ങളും രൂപപ്പെടുത്തുന്നത്, സ്നേഹിക്കുന്നത്, വിഷമിക്കുന്നത്, ധൈര്യം സംഭരിക്കുന്നത് എല്ലാം. അപ്പോൾ അതേ മനസ്സ് നമുക്ക് എതിരെ നിന്നാലോ? മിസ്റ്ററീസ് ഓഫ് മൈൻഡ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ്. നമ്മൾ അറിയാത്ത നമ്മുടെ തന്നെ മനസ്സിന്റെ രഹസ്യങ്ങൾ, നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന, നമ്മുടെ മാത്രമെന്ന് വിശ്വസിക്കുന്ന, എന്നാൽ ഒരേ സമയം നമുക്ക് സപ്പോർട്ടാവുകയും നമ്മുടെ എനിമി ആവുകയും ചെയ്യുന്ന നമ്മുടെ മനസ്സ്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ആകെ ഉലച്ചു കളഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നമ്മുടെ മനസ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്? ആ രഹസ്യങ്ങളെല്ലാം അറിയണ്ടേ? അതിനായി ദ മിസ്റ്ററീസ് ഓഫ് മൈൻഡ് വായിക്കണം. വായിക്കാൻ സാധിക്കാത്തവർക്കായി ഇവിടെ ഞാൻ അതിന്റെ സമ്മറി പങ്കുവയ്ക്കാം. അപ്പോൾ മനസ്സിന്റെ മിസ്റ്ററീസ് അറിയാൻ, മനസ്സിലാക്കാൻ എനിക്കൊപ്പം വരൂ. ആ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിലൂടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബുക്ക് സമ്മറി ഓഫ് മിസ്റ്ററീസ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, ആകെ കുഴപ്പിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതും. അതേപോലെ നിങ്ങൾ തിരിച്ചറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലാണ്, എന്റെ മനസ്സ് ആരും കാണുന്നില്ല എന്നൊക്കെയായിരിക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുമല്ല. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. മിസ്റ്ററീസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം കാണിച്ചു തരുന്നത് ഇതാണ്. നിങ്ങളറിയാത്ത നിങ്ങളുടെ മനസ്സിനെ, അതിന്റെ സത്യങ്ങളെ, നിഗൂഢതകളെ. ചില സമയത്ത് ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കാതെ കുഴങ്ങി പോകാറില്ലേ നമ്മളെല്ലാം? മനസ്സ് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവാറില്ലേ? അത്തരം സമയങ്ങളിൽ സാധാരണ തോന്നുക, ഈ മനസ്സും ചിന്തകളും യഥാർത്ഥത്തിൽ എന്റേതാണോ, അതോ ബ്രെയിനിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ പ്രത്യേക ആക്ടിവിറ്റി കൊണ്ടോ ഉണ്ടാകുന്നതാണോ ഇതെല്ലാം എന്നായിരിക്കും. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിപ്രഷൻ എന്നും സ്ട്രെസ് എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ സമീപിക്കും. അതല്ലെങ്കിൽ മനസ്സ് തളർന്ന് എവിടെയെങ്കിലും കൂനിക്കൂടിയിരിക്കും, ഒന്നിലും താല്പര്യമില്ലാതെ. യഥാർത്ഥത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സാണ് ഇതിനെല്ലാം കാരണം. അതാണ് നമ്മുടെ തോട്ട്സിനെയും ഫീലിംഗ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കെതിരെ തിരിക്കുന്നതും. പുറത്തു കടക്കാനാവാത്ത ആശയക്കുഴപ്പങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം തന്നെ പോകും. അവിടെയാണ് മൈൻഡ്സ് ഓഫ് ദ മൈൻഡ് എന്ന ആശയം വരുന്നത്. ഒരു മനസ്സിന്റെ തന്നെ പല തലത്തിലുള്ള മനസ്സുകൾ. നമ്മുടെ മനസ്സിനുള്ളിലുള്ള റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് നമ്മളറിയാതെ ഒരു ജയിലിൽ അല്ലെങ്കിൽ ഒരു മെന്റൽ പ്രിസൺ പോലെ ഒന്നിൽ നമ്മളെ കുരുക്കിയിടുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇത് മനസ്സിനുള്ളിലേക്ക് നടത്തുന്ന ഒരു ആഴമേറിയ യാത്രയാണ്. നമ്മുടെ തീരുമാനങ്ങൾക്കും ചിന്തകൾക്കും പിന്നിലുള്ള നിഗൂഢമായ ആ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ തയ്യാറാണോ ഈ യാത്രയ്ക്ക്? സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. മിസ്റ്ററീസ് ഓഫ് ദ മൈൻഡ് എന്ന ഈ വീഡിയോയിൽ 8 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനാൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ആ വിവരങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചാപ്റ്റർ 1, ഇൻവിസിബിൾ പവർ ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന് നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറം ശക്തിയുണ്ട്. എന്നാൽ അത് പലതും ഹിഡൻ പവേഴ്സാണ്. ഈ ഹിഡൻ പവറാണ് നമ്മുടെ ചിന്തകളും ഇമോഷൻസും നമ്മുടെ ജീവിതം തന്നെയും ഷെയ്പ്പ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയാത്ത ഈ പവറാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ പവറിനെ കുറിച്ച് നമ്മൾ അജ്ഞരാണെങ്കിലും നമ്മുടെ എല്ലാ ഡിസിഷൻസിന് പിന്നിലും, ഓരോ ആക്ഷൻസിന് പിന്നിലും ആ ശക്തിയുടെ പ്രസൻസ് ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ജീവിതത്തിൽ ഓരോ തവണയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഒരു നേരിയ പ്രതീക്ഷ നമ്മുടെ മനസ്സിന്റെ ഒരു കോണിലുണ്ടാവാറില്ലേ? അതൊരു ഹിഡൻ പവർ ഓഫ് മൈൻഡാണ്. പ്രതീക്ഷ കൈവിടാതെ
പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ടു പോകാനും പ്രശ്നത്തെ നേരിടാനുമുള്ള ശക്തിയാണ് അവിടെ തെളിയുന്നത്. ആ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വളരാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാവുന്നത്. അത് മനസ്സിലാവുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, നിനക്ക് അത് സാധിക്കും, യു ക്യാൻ ഡു ഇറ്റ് എന്ന്. ഇത് പറയുന്നതാരാണ്? അതും മനസ്സാണ്. മനസ്സിലുള്ള ഇൻവിസിബിൾ എനർജിയാണ്. നമ്മുടെ പരിമിതികളെ മറികടക്കാനുള്ള പവർ അവിടെ ഉണ്ടാകുന്നു. നമുക്ക് കാണാനാവാത്ത മൈൻഡ് പവർ. അതേസമയം ഓരോ കാര്യത്തിലും നമുക്കതിന്റെ പ്രസൻസ് അറിയുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് തളരുമ്പോൾ ഇനി മുന്നോട്ടു പോകാനാവില്ല എന്ന് സ്വയം തോന്നും. അവിടെയെല്ലാം നമുക്ക് കരുത്ത് പകരാൻ എത്തുക ആദ്യം നമ്മുടെ മനസ്സാണ്. എന്ത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ആദ്യം ഉണ്ടാകുന്നത് മനസ്സിലാണ്. നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ പോലും നമുക്കിതിലൂടെ മാറ്റാനാകും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത്, നിനക്കിത് സാധിക്കില്ല, നിനക്കിത് സാധിക്കില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല, നീ തോറ്റുപോകും എന്നൊക്കെ ആണെങ്കിലോ നമ്മുടെ തന്നെ മനസ്സ് നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ നമ്മളെ തന്നെ സ്വയം പരാജയപ്പെടുത്തുന്ന പോലെയാണത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചിന്തകൾ നല്ലതോ ചീത്തയോ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സ് ഒരു ഭൂമി പോലെയാണ്. നല്ല വിത്തുകളിട്ടാൽ അതിൽ നിന്ന് നല്ല ഫലം കിട്ടും. മോശം വിത്തുകളും കളകളും മറ്റുമാണ് അവിടെ വളരുന്നതെങ്കിലോ ഫലം അതുതന്നെയാകും. അപ്പോൾ നമ്മളെ എന്ത് തരം ചിന്തകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നമ്മൾ നമ്മുടെ മനസ്സറിയാൻ എല്ലാ ദിവസവും അല്പനേരമെങ്കിലും മാറ്റിവെക്കുക. അത് നെഗറ്റീവാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ പഠിച്ചെടുക്കുക, തയ്യാറാവുക. ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നത് മൈൻഡ് പീസ്ഫുൾ ആകുമ്പോഴാണ്. മനസ്സിനെ നമ്മൾ പീസ്ഫുൾ ആക്കാൻ ആദ്യം അതിനെ മനസ്സിലാക്കണം. അതിന് മെഡിറ്റേഷൻ, പ്രാർത്ഥന ഒക്കെ നല്ല വഴികളാണ്. നമ്മുടെ മനസ്സിനെ അറിയാനും കൺട്രോൾ ചെയ്യാനുമുള്ള മാർഗം മനസ്സ് എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് മനസ്സിന് വേണ്ടത് എന്ന് തിരിച്ചറിയുകയാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ലക്ഷ്യബോധമുള്ളവരാവും. നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസും നിങ്ങൾ തന്നെ കണ്ടെത്തും. അങ്ങനെ മൈൻഡ് പവർ കൊണ്ട് നമുക്ക് പല ചാലഞ്ചസും മറികടക്കാനും സാധിക്കും. നമ്മുടെ തോട്ട്സ്, ഡ്രീംസ്, ഡിസയേഴ്സ് ഒക്കെ ഈ ഇൻവിസിബിൾ മൈൻഡ് പവറിന്റെ പ്രകടമായ റിസൾട്ട്സ് ആണ്. ഇനി നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും നിങ്ങളെ നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ, നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് നിങ്ങളെ കളിയാക്കുമ്പോൾ, മൈൻഡിന്റെ പോസിറ്റീവായ ഇൻവിസിബിൾ പവറിനെ നിങ്ങൾ സ്വയം ഉണർത്തിയെടുക്കുക. എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിപ്പിക്കുക. ആ വിശ്വാസം വെറുതെ ആവില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻവിസിബിൾ പവർ അത് സ്ട്രോങ് ആവും. ഓരോ സ്റ്റെപ്പിലും ആ പവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കിയെടുക്കാൻ ആദ്യം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ നന്നായി മനസ്സിലാക്കുക. അതിന് മെഡിറ്റേഷൻ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയും നല്ലൊരു ഉപായമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കും. ഇങ്ങനെ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ്. നമ്മളത് തിരിച്ചറിയുകയാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് ജീവിതം കൊണ്ടുപോവേണ്ടതെന്നും തിരിച്ചറിയുന്നു. ഇങ്ങനെ മനസ്സിനെ സ്വയം മനസ്സിലാക്കിയെടുക്കുക. അതേത് വഴിയിലൂടെയാണെങ്കിലും, മെഡിറ്റേഷനിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ മാർഗങ്ങളിലൂടെ നിങ്ങൾ മനസ്സിനെ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ചാപ്റ്റർ 2 സ്റ്റേറ്റ്സ് ഓഫ് ദ അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്രമിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ഒന്നും അത് വിശ്രമിക്കുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. ഈ ഭാഗമാണ് നമ്മുടെ ബ്രീത്തിങ്, തോട്ട്സ്, ഡ്രീംസ് ഒക്കെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ശ്വാസം വലിക്കുന്നില്ലേ? നമ്മൾ അറിയാതെ നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഭാഗം തന്നെയാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് നമ്മുടെ ജീവിതം അതിനൊപ്പമാക്കി തീർക്കുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയെക്കുറിച്ച് നമ്മളെല്ലാം
ഒട്ടും ബോധേഡല്ല. ഇത് ഒരു സൂപ്പർ നാച്ചുറൽ പവറോ മാജിക്കോ ഒന്നുമല്ല, വെറും സയൻസാണ്. നമ്മുടെ മൈൻഡിന്റെ ഇൻവിസിബിൾ പവർ ഇരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മൾ നിരന്തരം ചിന്തിക്കുന്നതാണ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീൽ ആവുക. അത് നല്ല തോട്ട്സ് ആണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവ് ആകും, നമ്മളിലേക്ക് പോസിറ്റീവ് തിങ്സ് അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡും നെഗറ്റീവ് ആകും. സബ് കോൺഷ്യസ് മൈൻഡ് തന്റെ ഇൻവിസിബിൾ പവറിലൂടെ നമ്മളെ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നമ്മളിലേക്ക് നെഗറ്റീവ് തിങ്സ് അട്രാക്റ്റഡ് ആക്കുകയും ചെയ്യും. നമ്മുടെ ഓർമ്മകൾ, ചിന്തകൾ, ഡീപ്പസ്റ്റ് ഇമോഷൻസ് ഒക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ അത് നമ്മുടെ ബോധമനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡിലാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ആ പ്രവൃത്തി തുടരെ തുടരെ നമ്മൾ ചെയ്യുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടക്കും. അത് ബ്രെയിനിന്റെ ഒരു പാർട്ടായി മാറും. അതോടെ ആ പ്രവൃത്തി നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈഡ് ആവും, നമ്മുടെ ക്യാരക്ടേഴ്സിനെയും ബിഹേവിയേഴ്സിനെയും സ്വാധീനിക്കും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. രാവിലെ നേരത്തെ ഉണരുന്ന ശീലം, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ശീലം ഒന്നും പലർക്കും കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകാൻ സാധിക്കാറില്ല. 2 ദിവസം എഴുന്നേൽക്കും, പിന്നെ മടിയാകും. എന്നാൽ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അവർക്ക് രാവിലെ നേരത്തെ എണീറ്റില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയെന്ന്. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ വലിയ വിഷമമാണ് അവർക്കെല്ലാം, എന്തോ റിഗ്രറ്റ് ഫീൽ ചെയ്യുമെന്നൊക്കെ. അതിന് കാരണം ആ ശീലം അവരുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തതാണ്. ഈ നേരത്തെ ഉണരലും എക്സസൈസ് ചെയ്യലും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കും വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ജീവിതത്തിൽ കാര്യങ്ങൾ നീങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവേഴ്സ് നിങ്ങൾ സ്ട്രോങ് ആക്കിയേ പറ്റൂ, അതിനെ ഉണർത്തിയെടുത്തേ പറ്റൂ. ചില കാര്യങ്ങളോട് നമുക്കൊരു ഇഷ്ടക്കേട് തോന്നാറില്ലേ, അകാരണമായ ഒരു ഇഷ്ടക്കേട്. അതിന് കാരണവും അൺകോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് അനുഭവങ്ങളാകാം ആ പ്രത്യേക ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനും കാരണം. പ്രത്യേക സ്മെല്ലിനോട്, ഒരു പ്രത്യേക താളത്തിനോട്, ഫുഡിനോട് ഒക്കെ ഇതുപോലെ ഇഷ്ടവും ഇഷ്ടക്കേടും തോന്നാം. അതെല്ലാം ഏതോ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെമ്മറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോറായി കിടക്കുന്നതുകൊണ്ടാണ്. ഈ അകാരണമായ ദേഷ്യവും ഇഷ്ടക്കേടുമെല്ലാം അതിന്റെ ഫലങ്ങളാണ്. നമ്മുടെ ഡീപ്പ് ഇമോഷൻസ് ഒക്കെ അൺകോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവും. നിങ്ങൾക്ക് ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറക്കാൻ നിങ്ങൾ പലവട്ടം ശ്രമിച്ചിരിക്കും. പക്ഷേ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ കിടക്കും. പിന്നീട് അത്തരം പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻസിൽ നിന്ന് അകന്നു മാറി നിൽക്കാൻ ആ സബ് കോൺഷ്യസ് മൈൻഡിലെ മെമ്മറി നമുക്ക് നിർദ്ദേശം നൽകും. ഇങ്ങനെ നമ്മൾ അറിയാതെ നമുക്ക് സംരക്ഷണം നൽകുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൺട്രോളിലാക്കിയാലോ? നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ, ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകും. ജീവിതം സക്സസ്ഫുള്ളും പോസിറ്റീവുമാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായി നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാക്കുന്നു. നിരന്തരം പോസിറ്റീവ് തോട്ട്സ് സബ് കോൺഷ്യസ് മൈൻഡിന് നൽകുമ്പോൾ ഈ കണക്ഷൻ വളരെ ദൃഢമാകും. അവിടെയാണ് അത്ഭുതങ്ങളും മാറ്റങ്ങളും ആരംഭിക്കാൻ തുടങ്ങുക. നിങ്ങൾ എല്ലാ കാര്യത്തിലും പോസിറ്റീവ് മനോഭാവം വെച്ച് പുലർത്താൻ ശ്രമിക്കുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. ചാപ്റ്റർ 3 മെമ്മറി. ഓർമ്മശക്തി അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായ ഒരു കഴിവായിട്ടാണ് നമ്മളെല്ലാം കരുതുന്നത്. അതെല്ലാവർക്കും ലഭ്യമായ ഒന്നല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ സ്പെഷ്യൽ ടാലന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ബൈ ട്രെയിനിങ് നമുക്ക് ഈ മെമ്മറി പവർ പോലും കൂട്ടാൻ സാധിക്കും. ജന്മനാ ലഭിക്കുന്ന മെമ്മറി പവർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ബൈ ട്രെയിനിങ് നമുക്ക് ഈ മെമ്മറി പവർ പോലും കൂട്ടാൻ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ? ബൈ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഫുൾ കോൺസെൻട്രേഷനിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്ക് പൂർണ്ണമായി അറ്റൻഷൻ കൊടുക്കുക.
അപ്പോഴാണ് മെമ്മറി പവറിൽ മാറ്റം വരുത്താനാവുക. കോൺസെൻട്രേഷൻ ഇല്ലാത്തവർ എന്ത് ചെയ്യും, അതെങ്ങനെ കൂട്ടും എന്നൊക്കെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ സംശയമുണ്ടായിരിക്കുക. അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അതുപോലെ തന്നെ പ്രാക്ടീസിംഗ് മൈൻഡ്ഫുൾനെസ്സും. നമ്മുടെ മനസ്സിനെ കാമാക്കി മാറ്റാം ഇതിലൂടെ. അതുമാത്രമല്ല, ഇത് പതുക്കെ പതുക്കെ നമ്മുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും മെമ്മറിയും എല്ലാം കൂട്ടും. ഈ മൈൻഡ്ഫുൾനെസ് എന്നാൽ എന്താണ് എന്ന് പറയാം. എന്ത് ചെയ്യുമ്പോഴും അതിലേക്ക് മനസ്സർപ്പിച്ച് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ എന്താവും? വെയിറ്റ് കുറയില്ല. അതുപോലെ റെഗുലറായി എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് ആകുന്നതുവരെ ഡയറ്റിലും എക്സസൈസിലും എല്ലാം ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്, എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുക, മൊബൈൽ നോക്കുക, ജോലി ചെയ്യുമ്പോഴും അതെ. ഇതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുക. എന്ത് കാര്യപ്പെട്ട കാര്യം ചെയ്യുമ്പോഴും മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ പോകുന്ന പ്രശ്നം, അത് ഇന്നത്തെ കാലത്ത് ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിന് ബോധപൂർവം ശ്രമങ്ങൾ നടത്തുക. ഫുഡ് കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. TV കാണുമ്പോൾ അതിൽ മാത്രം, പുസ്തകം വായിക്കുമ്പോൾ അതിൽ, അതുപോലെ കുക്കിംഗ് ചെയ്യുമ്പോൾ കുക്കിങ്ങിൽ ശ്രദ്ധിക്കുക. അങ്ങനെ എന്ത് കാര്യം ചെയ്യുന്നോ അതിൽ ശ്രദ്ധ കൊടുക്കുക. ഇങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതും നമ്മുടെ മെമ്മറി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. മെഡിറ്റേഷൻ എന്നും ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക. ഏറ്റവും സിമ്പിളായി മെഡിറ്റേറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് സ്വന്തം ബ്രീത്തിങ് ശ്രദ്ധിക്കുകയാണ്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ചെന്നിരുന്ന് കണ്ണുകൾ അടച്ച് വളരെ പതുക്കെ ശ്വാസമെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ആ ഇൻഹെയിൽ എക്സെയിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുക. ഒരു 10 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തോന്നും, ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നും. അപ്പോൾ മെഡിറ്റേഷൻ, പ്രാക്ടീസിംഗ് മൈൻഡ്ഫുൾനെസ്, ഇവ രണ്ടും നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കും. നിങ്ങൾ ഓർത്തുവെക്കാൻ ആഗ്രഹിക്കുന്ന പേരുകൾ, ഇൻസിഡൻസ്, ഫോൺ നമ്പർ ഒക്കെ നിങ്ങൾക്ക് എഴുതി വെച്ച് പലതവണ വായിച്ചു നോക്കുകയും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. വീണ്ടും വീണ്ടും ഇവ മനസ്സിലേക്ക് എത്തുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും. അങ്ങനെ ആ ഇൻഫർമേഷൻ എല്ലാ കാലത്തേക്കും അവിടെ സ്റ്റോർ ആവുകയും ചെയ്യും. ഗെയിംസ്, പസിൽസ് ഒക്കെ ഇതുപോലെ ബ്രെയിൻ ആക്റ്റീവാക്കി നിർത്താൻ സഹായിക്കുന്നവയാണ്. ചെസ്സ് കളിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ചെസ്സ് കളിക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ച് ഒരുപാട് ചിന്തിച്ച് കണക്ക് കൂട്ടിയാണ് നീക്കങ്ങൾ നടത്തുക. ഇങ്ങനെ ചെയ്യാത്തവർ തോറ്റുപോകും. ഈ ബ്രെയിൻ ആക്ടിവിറ്റീസ് അവരുടെ മെമ്മറിയും തിങ്കിങ് എബിലിറ്റിയും വർദ്ധിപ്പിക്കുന്നു. ചെസ്സ്, ക്രോസ് വേർഡ്സ്, സുഡോക്കു, അങ്ങനെ പലതരം ഇന്റലക്ച്വൽ ഗെയിംസ് ഇന്ന് നിലവിലുണ്ട്. ഇവ ബ്രെയിനിനെ ആക്റ്റീവാക്കി നിലനിർത്തുകയും അതുപോലെ ഫ്രഷ് ആക്കി മാറ്റുകയും ചെയ്യും. ശരീരത്തിന് എക്സസൈസ് പോലെയാണ് ബ്രെയിനിന് ഇത്തരം ആക്ടിവിറ്റീസ്. ഇവ മാത്രമല്ല, നല്ല ഉറക്കവും ഹെൽത്തി ഡയറ്റും ഇതോടൊപ്പം ഉണ്ടെങ്കിലേ നമുക്ക് മെമ്മറി പവർ കൂട്ടാനാകൂ. ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിന്യൂഡ് ആകുന്നു, റിഫ്രഷ്ഡ് ആകുന്നു. അതുപോലെ ന്യൂട്രീഷ്യസ് ഫുഡ്, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ഫിഷ് ഒക്കെ ബ്രെയിനിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. ഇതിനെല്ലാം ഒപ്പം പോസിറ്റീവ് തോട്ട്സിനും നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പോസിറ്റീവ് ചിന്തകൾക്ക് ബ്രെയിനിനെ നന്നായി ആക്ടിവേറ്റ് ചെയ്യാനാകും, എനർജറ്റിക് ആക്കാൻ സാധിക്കും. നെഗറ്റീവ് തോട്ട്സ് ബ്രെയിനിനെ തളർത്തുകയാണ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പതുക്കെ പതുക്കെ ഇവ പരിശീലിക്കുക. മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഹെൽത്തി ഫുഡ്, ഗുഡ് സ്ലീപ്പ്, മൈൻഡ് ആക്ടിവിറ്റീസ്, ഗെയിംസ്, പോസിറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടുക മാത്രമല്ല, നിങ്ങളെ പുതിയൊരാളാക്കി മാറ്റുകയും ചെയ്യും. ഇതിന് പേഷ്യൻസും കൺസിസ്റ്റൻസിയും അത്യാവശ്യമാണ്. കോൺസ്റ്റന്റ് എഫേർട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാനാകൂ. ചാപ്റ്റർ 4, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏത് വിധത്തിലാണോ അവിടെ നിന്ന് പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് മൈൻഡിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്
മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്. നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. ചിലപ്പോൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം. ഒട്ടേറെ ലക്ഷ്യങ്ങൾ കൊണ്ടു നടക്കുന്നവരുമാകാം. ആഗ്രഹങ്ങൾ നേടാനും പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് പുതിയൊരാളായി മാറാനുമെല്ലാം ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക് നിങ്ങളെ സഹായിക്കും. ഇതിന്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സിനെ തിരിച്ചറിയുകയാണ്. അത് മനസ്സിലാക്കിയാൽ ആ നെഗറ്റീവ് തോട്ട്സ് എന്താണോ അതിനെ ചലഞ്ച് ചെയ്യുക. പോസിറ്റീവ് തോട്ട്സിലൂടെ അവയെ ഇല്ലാതാക്കുക. ഞാൻ വളരെയേറെ ദാരിദ്ര്യത്തിലാണ്, സങ്കടത്തിലാണ് കഴിയുന്നത് എന്നതാണ് നിങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ടെങ്കിൽ ഇതിനെതിരെ പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുക. അതായത്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, എനിക്ക് എൻ്റെ അവസ്ഥ മാറ്റാൻ സാധിക്കും, ഞാൻ കേപ്പബിൾ ആണ്, ഐ ആം റിച്ച്, ഐ ആം ഹാപ്പി, ഐ ആം സക്സസ്ഫുൾ എന്ന പലതരം അഫർമേഷൻസ് നിങ്ങൾക്ക് സ്വയം പറയാവുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ ആ ഇമോഷൻ കൂടി അനുഭവിക്കാൻ ശ്രമിക്കുക. ഇവ നിങ്ങളുടെ മനസ്സിനെ പതുക്കെ പതുക്കെ പോസിറ്റീവാക്കി മാറ്റും. ഇത്തരം പോസിറ്റീവ് തോട്ട്സിന് മനസ്സിലൊരു ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ വിഷ്വലൈസേഷനും ഒരു ഭാഗമാണ്. വളരെ ഇഫക്റ്റീവായ ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയതായി വിഷ്വലൈസ് ചെയ്യുക, ചിന്തിക്കുക. ആ ചിന്ത നിങ്ങളുടെ ശരീരത്തിൽ എത്രമാത്രം പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കുമെന്ന് അറിയാമോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയതായി ഇമാജിൻ ചെയ്യുക. ഇത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയും കോൺഫിഡൻസും വർദ്ധിപ്പിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അത് ഫീൽ ചെയ്യാനാകും. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെഗറ്റീവ് തോട്ട്സും എല്ലാം എഴുതി വെക്കുക. നല്ലൊരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഈ എഴുതിവെക്കൽ. നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ്സും ഐഡിയാസും ഒക്കെ ഇങ്ങനെ എഴുതുമ്പോൾ പുറത്തുവരും. അത് ലക്ഷ്യമുറപ്പിക്കാനും നെഗറ്റീവ് തോട്ട്സിനെ മറികടക്കാനും നിങ്ങളെ സഹായിക്കും. മനസ്സിൽ നിന്ന് ചിന്തകളെ പുറത്തെടുക്കാനുള്ള ഒരു നല്ല മാർഗമാണ് ഈ റൈറ്റിംഗ് അഥവാ ജേർണലിംഗ്. മനസ്സിലുള്ളത് എന്താണെന്ന് വ്യക്തമാകാൻ, അവിടെ നടക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ എളുപ്പം സാധിക്കും. ഈ റൈറ്റിംഗ് ടെക്നിക് വളരെ ക്ഷമയോടെ കമ്മിറ്റഡായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവ പരിശീലിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അതിന്റെ റിസൾട്ട്സ് നിങ്ങളെ അമ്പരപ്പിക്കും. ചാപ്റ്റർ 5 മെന്റൽ ഫോക്കസ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്കാണ്. ഒരേ സമയം മെയിൽ ചെക്ക് ചെയ്യുകയും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുകയും ഒപ്പം മറ്റു ജോലികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. മൾട്ടി ടാസ്കിംഗ് ചെയ്യാതിരിക്കാനാവാത്ത അവസ്ഥയിലാണ് നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഊരാക്കുടുക്ക് അഴിച്ചെടുക്കും പോലെ ഓരോ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളുടെയും നിങ്ങളുടെ മൈൻഡിന്റെയും മാസ്റ്റർ ആകാൻ സാധിക്കും. ഫോക്കസ് വർദ്ധിപ്പിക്കാനും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക. ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്ത് പരിശീലിക്കുക. ഈ പരിശീലനം നിങ്ങൾക്ക് ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ മെഡിറ്റേഷൻ മനസ്സിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിത്തരും, അതിലൂടെ സമാധാനവും. ഇത് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റിനെ ഹെൽത്തിയാക്കും. മെന്റൽ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ്സും. ചെയ്യുന്നത് എന്ത് കാര്യമായാലും അവെയർ ആയിരിക്കുക, അതിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക. ഇത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുകയും ചുറ്റുപാടിനെക്കുറിച്ച് അവെയർ ആക്കാനും സഹായിക്കും. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ലാപ്ടോപ്പ് ഒക്കെ നമ്മുടെ ഫോക്കസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഫോക്കസ് വർദ്ധിപ്പിക്കാൻ ഇവയെ മെഡിറ്റേഷൻ സമയത്തെങ്കിലും അകറ്റി നിർത്തിയേ മതിയാകൂ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ചെറിയ ചെറിയ ബ്രേക്സ് എടുക്കുന്നതും ഫോക്കസ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ചാപ്റ്റർ 6 ദി കണക്ഷൻ ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് ദ സബ്കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സ്വപ്നങ്ങളും ഉപബോധ മനസ്സും തമ്മിൽ നിഗൂഢമായ കണക്ഷൻസ് ഉണ്ട്. ഡ്രീംസ് എന്ന് പറയുന്നത് സബ്കോൺഷ്യസ് മൈൻഡിലെ ഹിഡൻ സീക്രറ്റ്സ് ആണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ കോൺഷ്യസ് മൈൻഡിലാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോൾ ആ കോൺഷ്യസ് മൈൻഡ് ഷട്ട് ഡൗൺ ആകും. അപ്പോഴും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ്
ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ റിപ്പീറ്റഡായി ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കും. ആ കാര്യങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്കും കടന്നു വരിക. നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞ കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ റിഫ്ലക്റ്റഡ് ആവുക. സപ്രസ്ഡായ ഓരോ ഇമോഷൻസും ഉറക്കത്തിലാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ കടന്നു വരിക, സ്വപ്നങ്ങളായി. ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഹാബിറ്റ്സ്, പേഴ്സണാലിറ്റി എന്നിവയെ സ്വാധീനിക്കുന്നതും. ചില സമയത്ത് ഓരോ പ്രോബ്ലംസിൽപ്പെട്ട് സൊല്യൂഷൻ ഇല്ലാതെ വിഷമിക്കുമ്പോൾ സ്വപ്നങ്ങളായിരിക്കും സൊല്യൂഷൻസുമായി വരിക. സബ് കോൺഷ്യസ് മൈൻഡിന്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുണ്ട്. അത് അവിടെ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. പലപ്പോഴും ആ അഴിയാക്കുരുക്കുകൾക്കുള്ള പരിഹാരം സ്വപ്നങ്ങളിലൂടെ സന്ദേശങ്ങളായി സബ് കോൺഷ്യസ് മൈൻഡ് കൈമാറുകയും ചെയ്യും. പല ശാസ്ത്രജ്ഞന്മാരും ആർട്ടിസ്റ്റുകളും അവരുടെ മാസ്റ്റർ പീസുകൾ സ്വപ്നങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ചില സ്വപ്നങ്ങൾ വളരെ വിചിത്രമായിരിക്കും. അവ മണ്ടൻ സ്വപ്നങ്ങൾ എന്നായിരിക്കും നിങ്ങൾ കരുതുക. പക്ഷേ ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രോബ്ലത്തിന്റെ പരിഹാരം കിട്ടും. അതെ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നിഗൂഢമായ രഹസ്യങ്ങളുടെ കലവറയാണ്. അവയെ കണ്ടെത്താൻ ശ്രമിക്കുന്തോറും ആഴമേറി വരുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ ആ യാത്ര ഒരിക്കലും വെറുതെയാകില്ല. അത് യൂണിവേഴ്സുമായി കണക്റ്റഡ് ആവാനുള്ള ജേണിയാണ്. ഡ്രീംസും ഇതുപോലെ നമ്മളെ യൂണിവേഴ്സുമായി കണക്റ്റഡ് ആക്കുന്നു. ചാപ്റ്റർ 7 അൺലോക്ക് ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തിയാലേ പുതിയ അനുഭവങ്ങൾക്കായി നിങ്ങളുടെ മനസ്സും ശരീരവും തയ്യാറായിരിക്കും. മെഡിറ്റേഷനിലൂടെ ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുക്കുക. പുസ്തകം വായിക്കുന്നതിലൂടെ, യാത്രകൾ നടത്തുന്നതിലൂടെ, പുതിയ ജോലികൾ ചെയ്യുന്നതിലൂടെ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുന്നതിലൂടെയെല്ലാം നിങ്ങൾക്കൊട്ടേറെ അനുഭവങ്ങൾ ലഭിക്കും. ഇങ്ങനെ പുതിയ അനുഭവങ്ങൾക്കായി മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. ഇതുതന്നെയാണ് ക്രിയേറ്റിവിറ്റിയിലേക്കുള്ള താക്കോൽ. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പരീക്ഷിക്കുക, പഠിക്കുക, പുതിയ വഴികളിലൂടെ നടക്കുക. ഇവയെല്ലാം ന്യൂ ഐഡിയാസും പേഴ്സ്പെക്റ്റീവ്സും തരും. ഡ്രോയിങ്, റൈറ്റിംഗ് ഇങ്ങനെയുള്ളതൊക്കെ പുതിയ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. നിങ്ങൾ ഒരു ചിത്രകാരനല്ലെങ്കിൽ കൂടി കുഞ്ഞുങ്ങളെപ്പോലെ അല്പസമയം ഇവയ്ക്കായി മാറ്റിവെച്ചു നോക്കൂ. അവിടെ നിങ്ങളുടെ മൈൻഡിന് ലഭിക്കുന്ന ഒരു പ്രത്യേക സ്റ്റിമുലേഷനുണ്ട്. അവ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ചിന്തകളെ പ്രഷറൈസ് ചെയ്യാതെ ഫ്രീ ആക്കി വിടാൻ ശ്രമിക്കുക. മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിനെ ഫ്രീ ആക്കി വിടാൻ നിങ്ങൾ തന്നെത്താനെ ശീലിക്കും. അപ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകും. മനസ്സിനെ മെഡിറ്റേഷനിലൂടെ കാമാക്കുക. പ്രസന്റിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുക. ഇത് നിങ്ങളിൽ യുണീക്കായ ഐഡിയാസ് ഉണ്ടാക്കും. ഫോക്കസ് വർദ്ധിപ്പിക്കും. പെർഫെക്ഷൻ വർദ്ധിപ്പിക്കും. നിങ്ങൾ ഫ്രഷ് ആവുമ്പോഴാണ് ഓരോ കാര്യത്തിനെയും പുതിയ കണ്ണുകളോടെ നോക്കിക്കാണാൻ സാധിക്കുക. മെഡിറ്റേഷനാണ് മൈൻഡ് ഫ്രഷ് ആവാനുള്ള വഴി. ഇങ്ങനെ ഓരോ കാര്യവും നിങ്ങൾ വളരെ ഫ്രഷ് മൈൻഡോടെ നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് യുണീക്ക് ഐഡിയാസ് ഉണ്ടാവും. അത് നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളെ അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകൾ, വിഷമങ്ങൾ, ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, ഇഷ്ടങ്ങൾ ഒക്കെ നിങ്ങളോട് സ്വയം സംസാരിക്കുക. ഈ സെൽഫ് റിഫ്ലക്ഷൻ നിങ്ങളെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കും. ഒരു പേപ്പറിൽ ഒരു കുത്തിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കുമ്പോൾ പല ചിന്തകളും മനസ്സിലേക്ക് കടന്നുവരും. അവയെ ബോധപൂർവം ഒഴിവാക്കി വീണ്ടും ആ പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. എത്ര വട്ടം ശ്രദ്ധ പോകുന്നോ അത്രയും വട്ടം ശ്രദ്ധ വീണ്ടും പോയിന്റിലേക്ക് തിരിച്ചെത്തിക്കുക. ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷനും ഫോക്കസും കൂട്ടും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലൊരു മൈൻഡ് ആക്ടിവിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങളിൽ ഈ യൂണിവേഴ്സിനോട് എന്നും നന്ദി പറയുക. അങ്ങനെ പറയുമ്പോൾ എത്രമാത്രം പോസിറ്റീവ് ആകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആകും. ഇത് നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഊർജം തരികയും ചെയ്യും. ചാപ്റ്റർ 8 കൺട്രോളിംഗ് യുവർ ഫിയർ ആൻഡ് സ്ട്രെസ്. പേടിയും ആശങ്കയും സ്ട്രെസ്സും ഒക്കെ നെഗറ്റീവ് തോട്ട്സ് ആണ്.
അവയെല്ലാം സത്യത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത ഇമോഷൻസ് ആണ്. ഇതറിയാമെങ്കിലും നമുക്കവയെ മാറ്റി നിർത്താൻ സാധിക്കണമെന്നില്ല. എന്നാൽ അവയെ അകറ്റാൻ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സ് നിറയ്ക്കണം. എപ്പോഴും ബിസി ആയിരിക്കുക എന്നതും നെഗറ്റീവ് തോട്ട്സിനെ അകറ്റി നിർത്താനുള്ള ഒരു മാർഗമാണ്. കേട്ടിട്ടില്ലേ, അലസമായ മനസ്സ് ചെകുത്താന്റെ പണിശാലയാണെന്ന്? നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും കടന്നു വരുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ്. ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. ആ ചിന്തകളെല്ലാം മിക്കപ്പോഴും നെഗറ്റീവുമായിരിക്കും. ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളും ഓവർ തിങ്കിങ്ങും കൊണ്ട് നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥമാകും. അസ്വസ്ഥമായ മനസ്സിൽ ശുഭചിന്തകൾ എങ്ങനെ വരാനാണ്? ഈ പേടിയെയും ആശങ്കയെയും സ്ട്രെസ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ മനസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിന് മെഡിറ്റേഷൻ തന്നെയാണ് നല്ല മാർഗം. ഇത് മനസ്സിന് സമാധാനം തരും, അസ്വസ്ഥമായ മനസ്സിനെ കാമാക്കും. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ വരും. പതുക്കെ മൈൻഡ് ഹെൽത്തിയും പോസിറ്റീവുമാകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പേടിയും ആശങ്കയും ഒക്കെ ഒഴിവായി പോകും. സോ ഫ്രണ്ട്സ്, മിസ്റ്ററീസ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. എത്രയൊക്കെ അറിയാൻ ശ്രമിച്ചാലും നമുക്ക് പിടിതരാതെ വഴുതിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനസ്സ്. നമ്മുടെ തന്നെ മനസ്സാണെങ്കിലും അത് നമ്മളെ ബ്രേവ് ആക്കാം, സ്ട്രോങ് ആക്കാം, അതുപോലെ മടിയനും പേടിത്തൊണ്ടനുമാക്കാം. നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളാവുക. അതാണ് നിങ്ങളുടെ മനസ്സ് കേൾക്കുക. അതുതന്നെയാണ് ജീവിതത്തിൽ റിഫ്ലക്റ്റഡ് ആവുക. സോ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പഠിക്കുക. എല്ലാവിധ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഇങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു ബുക്ക് സമ്മറിയുമായി വീണ്ടും കാണാം.